നമസ്കാരം. മണിപ്പൂരിൽ സാമൂഹിക സംഘർഷമുണ്ടാക്കി ആക്രമണത്തിന് പ്രേരിപ്പിച്ച വില്ലന്മാരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. യുകെയിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഉദയ് റെഡ്ഡി എന്ന അധ്യാപകനാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇംഫാൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ പരാതി നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളാണോ മതപരിവർത്തന ലോബികളാണോ NGOകളാണോ ഇയാൾക്ക് പിന്നിലെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോപിക്കപ്പെട്ട വ്യക്തി ദുരുദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം മെയ്തി മതവിശ്വാസികളെ അപമാനിക്കുകയും മതപരമായ അടിസ്ഥാനത്തിൽ മെയ്തികളും മറ്റു സമുദായങ്ങളും തമ്മിൽ ശത്രുത വളർത്തുകയും ചെയ്തുവെന്ന് FIRൽ പറയുന്നുണ്ട്. കാനഡയിൽ നിലനിൽക്കുന്ന ഖലിസ്ഥാനി ഘടകങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നും ഇത് കാര്യമായ ആശങ്കകൾ ഉയർത്തിയെന്നും പരാതിയിൽ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ റെഡ്ഡി മണിപ്പൂരിലെ നിയമനിർവഹണ സംവിധാനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് വ്യക്തികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള നിരവധി ഓഡിയോ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ കാനഡയിൽ ഖലിസ്ഥാൻ തീവ്രവാദികളെയും ഇന്ത്യക്കെതിരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനമായതിനാൽ ഇയാൾക്കെതിരെ UAPA ആണ് ചുമത്തിയിരിക്കുന്നത്. ഇയാളുടെ അനുയായികളും ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു. കുക്കികളും മെയ്തികളും തമ്മിൽ ദശകങ്ങളായി നടന്നുവന്ന ഗോത്ര സംഘർഷത്തെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കരുതേച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. കേരളത്തിലടക്കം പലരും മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി BJPയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന വ്യാഖ്യാനമാണ് ഇവിടെ ഇടതുവലത് നേതാക്കൾ പരക്കെ പ്രചരിപ്പിച്ചത്. എന്നാൽ മണിപ്പൂരിൽ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു. ഈ വാദങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് അധ്യാപകൻ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു കലാപത്തിൽ ഉൾപ്പെടുക എന്നതിനർത്ഥം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.